ഓട്ടോമാറ്റിക് റെയിൻ ഡിറ്റക്ഷൻ പ്രൊജക്റ്റ് വർക്കാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ സപ്ലൈ നൽകുന്നതിനായി DC പവർ സപ്ലൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. AC ടു DC കൺവേർട്ട് ചെയ്യുന്നതിനായി റെക്ടിഫയർ സർക്യൂട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രൊജക്റ്റ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസുകളാണ് റെയിൻ സെൻസർ, റിലേ, 35 സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് സെലക്ടർ ബോർഡും പിന്നെ 5 വോൾട്ട് റിലേ മൊഡ്യൂളും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിമിറ്റർ സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. DC മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് റൂഫിംഗ് ഷീറ്റ് ചലിപ്പിക്കുന്നത്. ഒരു ഷീറ്റ് ഫിക്സഡും ഒരു ഷീറ്റ് മൂവിങ്ങുമാണ്. ആംഗിൾ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാൻഡ് വെൽഡ് ചെയ്തിരിക്കുന്നത്. 2 വോൾട്ട് 5 ആംപിയർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 4 ഡയോഡും ഒരു കപ്പാസിറ്ററും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് AC DC ആക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. AC DC ആക്കി മാറ്റിയതിന് ശേഷം സർക്യൂട്ടിലേക്കും മോട്ടറിലേക്കും അയക്കുന്നു. ഈ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള റിലേ, റെയിൻ സെൻസർ, റിലേ മൊഡ്യൂൾ ഇവ പ്രവർത്തിക്കുന്നത് 5 വോൾട്ട് ഉപയോഗിച്ചാണ്. ആ 5 വോൾട്ട് നൽകുന്നതിന് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡാണ് CA1235 സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് സെലക്ടർ ബോർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ബോർഡിലേക്ക് ഇൻപുട്ട് 12 വോൾട്ട് DC സപ്ലൈ ഉപയോഗിച്ച് നൽകുകയും ഈ ബോർഡ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രൊജക്റ്റായ ഓട്ടോമാറ്റിക് റെയിൻ ഡിറ്റക്ഷൻ, ഇതിൻ്റെ പ്രധാന ഭാഗമാണ് സെൻസർ. മഴ പെയ്യുമ്പോൾ സെൻസറിൻ്റെ ട്രേസ് ഷോർട്ട് ആവുകയും തുടർന്ന് ഷീറ്റ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയും ചെയ്യുന്നു. മഴ കഴിയുമ്പോൾ സെൻസറിൻ്റെ ട്രേസ് ഷോർട്ടായത് റിമൂവ് ആവുകയും ഓട്ടോമാറ്റിക്കലി ഷീറ്റ് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഇതാണ് സെൻസർ. ഞങ്ങളുടെ പ്രോജക്റ്റ് ഓട്ടോമാറ്റിക് റെയിൻ ഡിറ്റക്ഷൻ. ഇതിൽ 5 വോൾട്ട് റിലേ മൊഡ്യൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വർക്കിംഗ് ആണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ റെയിൻ സെൻസറിൻ്റെ ഔട്ടിൽ നിന്നും അനലോഗ് ഔട്ടിലേക്ക് ഒരു കണക്ഷൻ പോകുന്നു. പിന്നെ അതിൻ്റെ NOയിൽ നിന്നും ലിമിറ്റഡ് സ്വിച്ച്, ഒന്നാമത്തെ ലിമിറ്റഡ് സ്വിച്ചിലേക്ക് കണക്ഷൻ പോകുന്നു. പിന്നെ NCയിൽ നിന്നും രണ്ടാമത്തെ ലിമിറ്റഡ് സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ പോകുന്നു. ഞങ്ങളുടെ പ്രോജക്റ്റ് ഓട്ടോമാറ്റിക് റെയിൻ ഡിറ്റക്ഷൻ ഇതൊരു 5 വോൾട്ട് റിലേ മൊഡ്യൂളിൽ ഇലക്ട്രിക് സ്വിച്ചായി പ്രവർത്തിക്കുന്നു. ഇത് ഉയർന്ന പവർ സർക്യൂട്ടിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മൈക്രോ കൺട്രോളിൽ നിന്നോ ലോജിക് ചിപ്പിൽ നിന്നോ ഒരു താഴ്ന്ന പവർ സിഗ്നലിനെ അനുവദിക്കുന്നു. നമ്മുടെ പ്രോജക്റ്റായ ഓട്ടോമാറ്റിക് റെയിൻ ഡിറ്റക്ഷൻ്റെ ലിമിറ്റർ സ്വിച്ചിൻ്റെ കണക്ഷനാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ നിന്നും റിലേ മൊഡ്യൂളിൻ്റെ NOയിലേക്ക് കണക്ഷൻ പോകുന്നു. സെക്കൻഡ് പോയിന്റിൽ നിന്നും സെക്കൻഡ് റിലേയുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് കണക്ഷൻ പോകുന്നു. ഇതിൻ്റെ സെക്കൻഡ് ലിമിറ്റർ സ്വിച്ചിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ നിന്നും NOയിലേക്ക് കണക്ഷൻ പോകുന്നു. ഇതിൻ്റെ സെക്കൻഡ് പോയിന്റിൻ്റെ ലെഗിൽ നിന്നും ഫസ്റ്റ് റിലേയുടെ ഫസ്റ്റ് ലെഗിലേക്ക് കണക്ഷൻ പോകുന്നു. നമ്മുടെ പ്രോജക്റ്റായ ഓട്ടോമാറ്റിക് റെയിൻ ഡിറ്റക്ഷൻ്റെ ലിമിറ്റഡ് സ്വിച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു നിശ്ചിത പോയിന്റിൽ ചലനം നിർത്തുന്നതിനും ലിമിറ്റഡ് സ്വിച്ച് ഉപയോഗിക്കുന്നു. ഒരു മോട്ടറിൻ്റെ പ്രവർത്തനം നിർത്തുന്നതിനും ട്രിഗർ ചെയ്യുന്നതിനും വേണ്ടി ലിമിറ്റഡ് സ്വിച്ച് ഉപയോഗിക്കുന്നു. ഹലോ, ഇതാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഓട്ടോമാറ്റിക് റെയിൻ ഡിറ്റക്ഷൻ. ഇത് നമ്മൾ സാധാ കാറുകളിൽ പവർ വിൻഡോന് വേണ്ടി യൂസ് ചെയ്ത മോട്ടറാണ് നമ്മളിവിടെ ഷീറ്റ് ചലിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. മോട്ടർ ഉപയോഗിക്കുന്നത് ഷീറ്റിനെ മൂവിപ്പിക്കാനാണ്. മഴയുള്ള സമയത്ത് ഷീറ്റ് ക്ലോസ് ആവുന്നു. മഴ ഇല്ലാത്ത സമയത്ത് ഷീറ്റ് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഇത് റെയിൻ ഡിറ്റക്ഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാറ് വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തുണി ഉണക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ എന്തിനും ഉണക്കുകയാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഷട്ടർ ക്ലോസ് ആവുകയും മഴ പോകുന്ന സ്ഥലത്ത് ഷട്ടർ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഇത് നമുക്ക് വീട്ടുകളിലോ അല്ലെങ്കിൽ കാർ പാർക്ക് ചെയ്യുന്ന ഏരിയകളിലോ ഉപയോഗിക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക് റെയിൻ ഡിറ്റക്ഷൻ്റെ ദോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മഴയില്ലാത്ത ടൈമിലും സെൻസറിൽ ഈർപ്പം തട്ടുകയാണെങ്കിൽ ഇത് പ്രവർത്തിക്കും. കറണ്ടില്ലാത്ത സമയത്ത് ഇത് പ്രവർത്തനരഹിതമായിരിക്കും. ഇൻവെർട്ടറോ 12 വോൾട്ടിൻ്റെ ബാറ്ററിയോ ഉപയോഗിച്ച് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ.